ഹലോ ഗൈസ്, വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേയ്സ്. ഇത്രയും തിരക്ക് പിടിച്ചൊരു കേക്ക് ഞാൻ ഈ അടുത്തെങ്ങാനും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ തിരക്ക് പിടിച്ച് ചെയ്തൊരു കേക്കാണ് കേട്ടോ ഇത്. ഞാനൊരു പരിപാടിയായിട്ട് രാവിലെ ഇറങ്ങിയതായിരുന്നു. ആ സമയത്തൊരു 10-11 മണിയായപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നു, എനിക്ക് വൈകിട്ടത്തേക്കൊരു കേക്ക് തരാമോ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, പിന്നെന്താ കേക്ക് തരാമല്ലോ എന്ന് വിചാരിച്ച് വലിയ കാര്യത്തിന് കേക്കിന് ഓർഡറൊക്കെ എടുത്തു. ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് സ്പോഞ്ച് ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അതെടുത്ത് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. വലിയ കാര്യത്തിന് ആ പരിപാടിയൊക്കെ ഇട്ടാൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ 1-1:30 വന്നു കഴിഞ്ഞ് വലിയ കാര്യത്തിനെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്പോഞ്ച് കയ്യിലില്ല എന്നുള്ള കാര്യം. പിന്നെ ആദ്യം തൊട്ട് കേക്ക് ഓർഡർ എടുത്തും പോയി, ഇത് ക്യാൻസൽ ചെയ്യാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ പെട്ടെന്ന് 1/2 കിലോ വാനില കേക്കാണ് ഓർഡർ. പക്ഷെ അറിയാമല്ലോ, 1/2 കിലോ ആണെങ്കിലും 1 കിലോയ്ക്കുള്ള എഫേർട്ട് മുഴുവൻ നമ്മൾ എടുത്തേ പറ്റൂ. അപ്പം പിന്നെ വാനില സ്പഞ്ച് ഉണ്ടാക്കി, പിന്നെ അത് തണുക്കാൻ വെക്കണം. ആ സമയത്ത് ക്രീം എടുത്ത് താഴെ വയ്ക്കുന്നു, അത് ബീറ്റ് ചെയ്യുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വാനില കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ. അത് കാരണം ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിനകത്ത് കണ്ടൻസ് മിൽക്കും പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒക്കെ നല്ല റിച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. വാനില കേക്കിന് ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വാനില കേക്ക് ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പം എന്തായാലും സക്സസ്ഫുള്ളി ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെ ഭയങ്കര കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു 2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് തന്നെ എന്നോട് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമാണ് ഈ കേക്ക്. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നന്നായിട്ടൊക്കെ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ് 4 മണി കഴിഞ്ഞപ്പോഴേക്കും ഈ കേക്ക് ഞാൻ കൊണ്ട് ഡെലിവറും ചെയ്തു. അപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.